അവസാന നിമിഷം വരെ ആകാംക്ഷ കാത്തുവെച്ച് പ്രത്യേക മന്ത്രിസഭായോഗം. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖരനെ പുതിയ പോലീസ് മേധാവിയായി സർക്കാർ തീരുമാനിച്ചു. ഡൽഹിയിലുള്ള റവാഡ ഇന്ന് തന്നെ തിരുവനന്തപുരത്തെത്തി ചുമതലയേൽക്കുമെന്നാണ് അറിയുന്നത്. UPSC നൽകിയ ചുരുക്കപ്പട്ടികയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാളിനെ മറികടന്നാണ് റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മൂന്നാം പേരുകാരനായ യോഗേഷ് ഗുപ്തയെ പരിഗണിച്ചില്ല. 15 വർഷത്തിന് ശേഷമാണ് റവാഡ കേരളത്തിലേക്ക് എത്തുന്നത്. 1991 ബാച്ചുകാരനായ റവാഡ ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ്. തലശ്ശേരി ASP ആയാണ് ആദ്യ നിയമനം. നിയമനം ലഭിച്ച് 48 മണിക്കൂറിലാണ് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച കൂത്തുപറമ്പ് വെടിവെപ്പ്. ആ കേസിൽ പ്രതിയായ റവാഡയെ 2012 ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. പാലക്കാട് വയനാട് SP ആയും തൃശൂർ കൊച്ചി റേഞ്ച് DIG ആയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായും ചുമതല നിർവഹിച്ചിട്ടുണ്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയ റവാഡ IBയിൽ വിവിധ ഘടകങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാ വിഭാഗം സെക്രട്ടറിയായി നിയമനം ലഭിച്ചെങ്കിലും കേരള പോലീസിന്റെ തലപ്പത്തേക്ക് വരാനാണ് റവാഡ താൽപര്യം പ്രകടിപ്പിച്ചത്. 2026 ജൂലൈയിൽ വിരമിക്കേണ്ട റവാഡയ്ക്ക് ഇതോടെ 1 വർഷം കൂടി സർവീസ് നീട്ടി നൽകും. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഷെയ്ഖ് ദർവേസ് സാഹിബിന് പോലീസ് സേന യാത്രയയപ്പ് പരേഡ് നൽകി. പേരൂർക്കട SAP ഗ്രൗണ്ടിലായിരുന്നു ചടങ്ങുകൾ. പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ച ഷെയ്ഖ് ദർവേസ് സാഹിബ് മുഖ്യമന്ത്രിക്കും സഹപ്രവർത്തകർക്കും നന്ദി പറഞ്ഞു. ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് ആയാലും ഓൺലൈൻ തട്ടിപ്പായാലും സൈബർ ക്രൈംസ് ആയാലും അതുപോലെ തന്നെ ഈ നാർക്കോട്ടിക് ഡ്രഗ്സിലെ ഒരുപാട് നല്ല പ്രവർത്തനം നടത്തിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ ജനതന് സേവിക്കാനുള്ള ഒരു അവസരം നൽകിയ പടച്ചവനെ ഞാൻ ഈ സമയത്തിൽ നന്ദി പറയുകയാണ്. പോലീസ് ആസ്ഥാനത്ത് IPS ഉദ്യോഗസ്ഥർ ചേർന്ന് യാത്രയയപ്പ് നൽകി. റവാഡ ചന്ദ്രശേഖർ ചുമതലയേൽക്കും വരെ പോലീസ് മേധാവി സ്ഥാനത്തിന്റെ അധിക ചുമതല ADGP H വെങ്കടേഷിന് നൽകി സർക്കാർ ഉത്തരവിറക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.